നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അപജയമൊന്നും പറയുന്നില്ല, അത് അപജയം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ 2 പീരീഡ് ഉണ്ട്, ബ്രേക്കപ്പ് ചെയ്യുന്നത്. അത് 2 പീരീഡ് ഉണ്ട്. ഒന്ന് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലം. അതെ, അന്നേരമാണ് ഈ ഓട്ട് കമ്പനിയിൽ സമരം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അവർ വന്നിട്ട് പിന്നീട് വന്നിട്ടുള്ള ശേഷം 65 ആ കാലത്ത്. അപ്പം 2 കാലം ഉണ്ട് അതിൽ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ആയതിനു ശേഷമുള്ള ഒരു 10 വർഷം. 10 വർഷം. അപ്പം അത് കുറേ കൂടി രാഷ്ട്രീയ ഇതാണ്. അതിൽ കുറച്ചൊരു ദുർഘടതയുണ്ട് അവസാന ഭാഗത്ത്. അയാളെ എങ്ങനെ മരിച്ചു, ശ്രീധരൻ എങ്ങനെയാണ് മരിച്ചു എന്നുള്ളത് ആർക്കും വേണ്ട. അയാളാർക്കും വേണ്ട, ആരും കൊന്നു ആരും. അതെ അതെ, അത് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളെ കൊണ്ടുപോകുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു മറ്റു ചിലർ അതിനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിത്രമായിട്ട് വ്യാഖ്യാനിച്ചു. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പടമായിരുന്നു. അത് ഒരു മിസ്ലീഡിംഗ് ആയിരുന്നു. അത് പലരും അതിനെ തെറ്റിദ്ധരിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള ഒരു ആക്ഷേപങ്ങളുണ്ടായി. അപ്പോൾ അത് ഈ രാഷ്ട്രീയത്തോട് പൊതുവെ എന്താണ് അതിൽ ഈ റേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ സിനിമ എന്താണെന്ന് എനിക്കറിയില്ല. റേ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ ഞാൻ മുഖാമുഖത്തിനെ പറ്റി പോലും രാഷ്ട്രീയ സിനിമ എന്ന് ഞാൻ പറയത്തില്ല. അത് പല കാര്യങ്ങളെ പറ്റിയാണ്. ഈ ഓരോ അടരിലായിട്ട് വ്യത്യാസമുണ്ട് അതിനകത്ത്. അത് നമ്മുടെ യൂത്തിനെ പറ്റിയാണ് ഒരു രീതിയിൽ. യുവത്വത്തിൽ നമ്മളല്ല പിന്നീട്